മമതാ ബാനർജി എന്ന വനിതാ രാഷ്ട്രീയ നേതാവിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചുനിന്ന് ബംഗാളിൽ CPM-നെതിരെ സധൈര്യം പടപൊരുതി സിംഗൂരിലും നന്ദിഗ്രാമിലും കർഷക പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി നീണ്ട 34 വർഷത്തെ CPM-ന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ മമതാ ബാനർജിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന ഒരു നേതാവുണ്ട്. ആ നേതാവിന്റെ പേര് സുവേന്ദു അധികാരി എന്നാണ്. പിന്നീട് ഈ പാർട്ടിക്കകത്ത് തൃണമൂൽ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, മമത തന്റെ സഹോദരപുത്രനായ അഭിഷേക് ബാനർജിയെ പാർട്ടി നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ പേരിൽ സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് ചേക്കേറുകയും അവിടെ നന്ദിഗ്രാമിൽ അദ്ദേഹം മത്സരിക്കുകയും ചെയ്തു. നന്ദിഗ്രാമിൽ അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയായി വന്നത് മമതാ ബാനർജി ആയിരുന്നു. നന്ദിഗ്രാമിൽ മമതാ ബാനർജി അന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇത്തവണ സുവേന്ദു അധികാരി ചെയ്തത് നന്ദിഗ്രാമിനൊപ്പം അദ്ദേഹം മമതാ ബാനർജിയുടെ തട്ടകമായ ഭവാനിപ്പൂരിൽ പോയി മത്സരിച്ചു. ഭവാനിപ്പൂരിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ 17,000-ൽ പരം വോട്ടുകൾക്കാണ് സുവേന്ദു അധികാരി പരാജയപ്പെടുത്തിയത്. ഒരു കാലത്ത് മമതയുടെ ഏറ്റവും വിശ്വസ്തനായ, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി കെട്ടിപ്പടുക്കാൻ നേതൃത്വം നൽകിയ, CPM-ന്റെ ഭരണത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത, നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും ഇടതുപക്ഷ സർക്കാരിന്റെ പതനത്തിന് ആക്കം കൂട്ടിയ, നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും കർഷക പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ സുവേന്ദു അധികാരി ഇന്ന് BJP നേതൃത്വത്തിലെത്തുകയും പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ ഓപ്പറേഷൻ ലോട്ടസ് എന്ന BJP-യുടെ ഏറ്റവും കുപ്രസിദ്ധിയായ ഒരു നീക്കത്തിലൂടെയാണ് സുവേന്ദു അധികാരിയെ സ്വന്തം പാളയത്തിലെത്തിച്ചത്. അഴിമതിക്കാർക്ക് താരാട്ട് പാടുന്നവനാണ് സുവേന്ദു അധികാരി എന്ന ബംഗാളിന്റെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ പാടിപ്പ നടന്ന BJP ആ സുവേന്ദു അധികാരിയുടെ കേസുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു. BJP അവരുടെ യൂട്യൂബ് ചാനലിൽ ആ സുവേന്ദു അധികാരി കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആ BJP-യുടെ യൂട്യൂബ് ചാനലിൽ നിന്നും ആ കൈക്കൂലി ദൃശ്യങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതേ സുവേന്ദു അധികാരി ഇപ്പോൾ BJP-യുടെ ആദ്യ ബംഗാൾ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിരിക്കുകയാണ്. ഇത് ശരിക്കും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ മമതാ ബാനർജിയുടെ തൻപോരിമയ്ക്കും അഹങ്കാരത്തിനും ഉള്ളൊരു തിരിച്ചടി സ്വന്തം പാളയത്തിൽ നിന്ന് ഒരാളെ അടർത്തിയെടുത്ത BJP നൽകിയതാണ്. നേരത്തെ ആസാം പിടിക്കാൻ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഹിമന്ത ബിശ്വ ശർമ്മയെ അവർ അടർത്തിയെടുത്ത് നമ്മൾ കണ്ടതാണ്. അരുണാചൽ പ്രദേശിൽ BJP സമാനമായ ഓപ്പറേഷൻ നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഗോവയിൽ BJP സമാനമായ തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തിയത് കണ്ടതാണ്. കർണാടകയിൽ ജനതാദള കോൺഗ്രസ് സർക്കാരിനെ പരാജയപ്പെടുത്താൻ, അവരെ താഴെ ഇറക്കാൻ BJP സമാന ഓപ്പറേഷൻ നടത്തിയത് കണ്ടതാണ്. ഇത്തരം വിവിധ സംസ്ഥാനങ്ങളിൽ ഓപ്പറേഷൻ നടത്തി. പക്ഷേ ബംഗാൾ BJP ആശിച്ചാറ്റ് നോറ്റ് പിടിച്ചെടുത്ത ബംഗാളിൽ സുവേന്ദു അധികാരി അധികാരത്തിൽ വരുമ്പോൾ ബംഗാളിൽ ഇനി വരാനിരിക്കുന്നത് എന്തെല്ലാമാണ്? ബംഗാളിലെ ന്യൂനപക്ഷങ്ങളെ അടക്കം ഇപ്പോൾ അതിക്രൂരമായി മർദ്ദിച്ചൊതുക്കുന്ന ഒരു കാഴ്ച നമുക്ക് ബംഗാൾ കാണുകയാണ്. ബംഗാളിൽ BJP യുഗം ആരംഭിക്കുമ്പോൾ അവിടെ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് നീങ്ങുകയല്ലേ യഥാർത്ഥ ബംഗാളി ജനത? സത്യമായി നമ്മൾ അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും. മമതാ ബാനർജിയുടെ ഏകാധിപത്യ ഭരണം അവസാനിച്ചിരിക്കുന്നു. പക്ഷെ ഒരു ആശ്വാസത്തിന്റെ നാമ്പ് ബംഗാളിൽ ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരു ആശ്വസിക്കാൻ പറ്റുന്ന, മമതാ ബാനർജി എന്ന ഏകാധിപതി അവസാനിച്ചു, അല്ലെങ്കിൽ ഏകാധിപതിയുടെ ഭരണം അവസാനിച്ചു, ഇനി ജനാധിപത്യം ബംഗാളിൽ പുലർന്നു എന്നൊന്നും പറയാനാകുന്ന ഒരു സാഹചര്യമില്ല. ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരിക്കലും ജനാധിപത്യ രീതിയിൽ ശരിയാണോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം ഓപ്പറേഷൻ ലോട്ടസ് പോലുള്ള കാര്യങ്ങൾ നടത്തുകയും അത് ജനങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഓപ്പറേഷൻ ലോട്ടസ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് വിജയിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പം നിന്ന് വിജയിക്കുകയും അവരെ പണം കൊടുത്തോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച്, അല്ലെങ്കിൽ ഞാൻ അധികാരം വെച്ച് മുതലെടുപ്പ് നടത്തിയോ ആയിരിക്കും അവരെ ഇപ്പുറത്തെ പാളയത്തിലേക്ക് എത്തിക്കുക. അതിനോട് എനിക്ക് യോജിപ്പില്ല. അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പൊ BJP-യുടെ മുഖ്യമന്ത്രിയെ അധികാരത്തിൽ ഏൽക്കുന്ന ആൾ എന്തായിരുന്നു, ആ വ്യക്തിക്കെതിരെ, സുവേന്ദു അധികാരിക്കെതിരെ BJP അന്നെടുത്ത നിലപാട് എന്തായിരുന്നു? ഇത്രയും കള്ളം ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ഇത്രയും തെറ്റുകാരനാണ്, ഒരിക്കലും ഒരു സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കാൻ അധികാരമില്ല, അത്രയും അഴിമതിക്കാരനാണ്, അല്ലെങ്കിൽ അത്രയും മോശപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് എന്ന് വരുത്തി തീർക്കുകയല്ല, അത് ശരിയായിരിക്കാം. BJP തെളിവുകൾ നിരത്തി പറഞ്ഞ ഒരാളെ മുഖ്യമന്ത്രിയായി ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നത് ഒന്ന് BJP-യുടെ ഏറ്റവും ദയനീയമായ അവസ്ഥയെന്ന് ഞാൻ വിശേഷിപ്പിക്കും. കാര്യം എന്ന് വെച്ചാൽ മമതാ ബാനർജിയെ വീഴ്ത്താൻ വേണ്ടി തന്നെയാണ് സുവേന്ദു അധികാരി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നതും മത്സരിപ്പിക്കുന്നതും. പക്ഷെ അവിടെ മാറ്റം ഉണ്ടാകുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. ബംഗാൾ ജനതയ്ക്ക് ആവശ്യം CPM-ന്റെ ഭരണം മടുത്ത ബംഗാൾ തൃണമൂൽ കോൺഗ്രസിനെ, അല്ലെങ്കിൽ മമതയെ അധികാരത്തിലേറ്റുന്നു. മമതയുടെ ഭരണം മടുത്തവർ BJP അധികാരത്തിൽ ഏറ്റുന്നു. പക്ഷെ BJP-യുടെ ഭരണവും ബംഗാളിലെ ജനങ്ങൾക്ക് മടുക്കും. കാര്യം അത് മറ്റൊന്നും കൊണ്ടല്ല, അതൊരു ഏകാധിപത്യ ഭരണമായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പൊ ആസാമിൽ പറയുമ്പോൾ തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ BJP-യിലേക്ക് പോയതിനു ശേഷം അദ്ദേഹം പറയുന്ന വർഗീയ പരാമർശങ്ങൾ, അത്തരത്തിൽ അല്ലെങ്കിൽ അതേ രീതി ആയിരിക്കുമോ ബംഗാളിൽ ഉണ്ടാകാൻ പോകുന്ന എന്നൊരു ചോദ്യമുണ്ട്.
ഒരിക്കലും ബംഗാളിലെ ജനങ്ങൾക്ക് ആശ്വസിക്കാനാകില്ല എന്ന് പറഞ്ഞതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുമ്പ് മമതയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് അവിടെ നടത്തിവെച്ച അക്രമങ്ങളുണ്ട്. മറ്റ് പാർട്ടിക്കാരെ CPM ആകട്ടെ, BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ഇവർക്കാർക്കും അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇവരുടെ പാർട്ടി ഓഫീസുകളടക്കം തല്ലി തകർക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. BJP അധികാരത്തിൽ വരുമ്പോൾ ഇതേ രീതിയാണ്. ഞങ്ങൾക്ക് കിട്ടിയ അടിക്ക് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന അതേ നിലപാട്. അതും അധികാരത്തിലുള്ള പാർട്ടി അത്തരം ഒരു നിലപാടെടുക്കുമ്പോൾ അത് ബംഗാളിലെ ജനങ്ങൾക്ക് ആശ്വാസമാകില്ല. അവർ വീണ്ടും വീണ്ടും പ്രശ്നത്തിലേക്കാണ് സാധാരണക്കാരായ ബംഗാളിലെ ജനങ്ങൾ എത്തുന്നത്. ഇവിടെ ചിന്തിക്കേണ്ടത് രാഷ്ട്രീയമില്ലാത്ത നിഷ്പക്ഷരായ ആളുകളുണ്ട്. അവരെയാണ് BJPയും തൃണമൂലും കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. കാര്യം തൃണമൂല് ചെയ്തത് അവസാനിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അവരൊരു മാറ്റത്തിന് വേണ്ടി BJPയെ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്നത്. പക്ഷെ അധികാരത്തിൽ എത്തുമ്പോൾ തന്നെ വീണ്ടും അടിക്ക് തിരിച്ചടി എന്ന ലൈനിൽ BJP പോവുകയാണെങ്കിൽ, അധികാരത്തിൽ എത്തിയ ഉടനെ ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ബംഗാളിലെ ജനം പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇപ്പോൾ മാറി മാറി പരീക്ഷിച്ചിരിക്കുകയാണ്. ആദ്യം കോൺഗ്രസിനെ പരീക്ഷിച്ചു, പിന്നീട് കോൺഗ്രസിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ച് CPM എത്തുന്നു. CPMന്റെ 34 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് തൃണമൂൽ കോൺഗ്രസ് എത്തുന്നു. തൃണമൂലിന്റെ ഭരണത്തിൽ പൊറുതിമുട്ടിയാണ് അവർ. BJP എന്നൊരു ഓപ്ഷൻ അല്ലാതെ അവർക്ക് മറ്റൊരു ഓപ്ഷൻ അല്ലാതെ അവിടെ BJP കൃത്യമായി ഹിന്ദുത്വ രാഷ്ട്രീയം അവിടെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ബംഗാളിലേക്ക് അധികാരത്തിൽ വന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയം ആദ്യം അവർ അവതരിപ്പിക്കുകയും പിന്നെ അത് വർഗീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും. തീർച്ചയായും ബംഗാളിൽ അവർ പറഞ്ഞത് ബംഗ്ലാദേശികളാണ് എപ്പോഴും മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് തീവ്ര ഹിന്ദുത്വ നിലപാട് തന്നെയാണ് അവിടെ സ്വീകരിച്ചത്. ബംഗാളിൽ BJP കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഭരണം പിടിക്കുന്നത്. അവർ തെരഞ്ഞെടുപ്പിന്റെ ഒരു വർഷക്കാലം മുമ്പ് തന്നെ ബംഗാൾ പിടിക്കാനുള്ള എല്ലാ പ്ലാനിങ്ങും നടത്തിയിരുന്നു. അവിടെ BJP ചുമതല നൽകിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിൽ നിരന്തരം പ്രചരണത്തിനെത്തുന്നു, ഹൈന്ദവ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു, ഹൈന്ദവ ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കുചേരുന്നു. ഇത്തരത്തിൽ കൃത്യമായ ഹിന്ദു ധ്രുവീകരണം ബംഗാളിൽ നടത്തിയാണ് BJP അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ ഇടതുപക്ഷത്തിന്റെയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും എല്ലാം വോട്ട് ബാങ്ക് എന്ന് ഒരു കാലത്ത് വിശേഷിപ്പിച്ച ന്യൂനപക്ഷ സമുദായമായിരുന്നു. ആ ന്യൂനപക്ഷ സമുദായം പിന്നീട് എൻ ബ്ലോക്കായി ആണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നത്. ആ ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് ബംഗാളിൽ BJP ഉയർത്തിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യം മമതാ ബാനർജി ഭരിക്കുന്നത് ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിനും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടിയാണ്. ബംഗ്ലാദേശികൾ അതിർത്തി വഴി ബംഗാളിലേക്ക് എത്തി വ്യാജ ID കാർഡും തെരഞ്ഞെടുപ്പ് ID കാർഡും ആധാർ കാർഡും ഉണ്ടാക്കി അവർ വോട്ട് ചെയ്ത് മമതാ ബാനർജിയെ അധികാരത്തിലെത്തുകയാണ്. ബംഗാളിലെ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, ബംഗാളിലെ ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ, ബംഗാളിലെ ഹിന്ദുക്കൾക്ക് ഇനി മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ BJP അധികാരത്തിലേക്ക് വരുമെന്ന പച്ചയായ വർഗീയത പറഞ്ഞാണ് ബംഗാളിൽ BJP അധികാരത്തിലേക്ക് വന്നത്. അവിടെ കൃത്യമായി ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് BJPക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. അവിടെ സുവേന്ദു അധികാരിയെ പോലുള്ള ആളുകൾ BJPയുടെ MLA മാർ പറഞ്ഞത് ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് ഹൈന്ദവ സമുദായമാണ്, ഞങ്ങൾക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ല, ഞങ്ങൾ ഇനി ഭരിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയായിരിക്കും കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്നു. കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്നു. അതായത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പച്ചയായി പറയുകയാണ്, മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് വോട്ട് ചെയ്ത ഹിന്ദുക്കളാണ്, ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സംസ്ഥാനം ഭരിക്കുമെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി അധികാരത്തിലേക്ക് ഏറിയിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയാണ് BJPയെ ബംഗാളി ജനത അധികാരത്തിലേറ്റിയത്. മമതാ ബാനർജിയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും കാഴ്ചവെക്കാൻ സുവേന്ദു അധികാരിക്ക് കഴിയുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.